അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസത്തിൻ്റെ അഭിമാന സാക്ഷ്യം, വിമോചനത്തിൻ്റെ പാരമ്പര്യം എന്ന മൗലികവും കാലിക പ്രധാനവുമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോളിഡാരിറ്റി നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന യൂത്ത് കാരവൻ തലശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. ഒരു സമ്മേളന പ്രജനന റാലി എന്നതിലേക്കപ്പുറം വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമായ കൃത്യമായ ഒരു ഡിമാൻഡ് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ പിന്തുണ തേടിക്കൊണ്ട് ഇവിടുത്തെ ബഹുജനങ്ങളുടെ മുമ്പിലും വെച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി ഇത്തരമൊരു കാരവൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകളായി ഈ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ സാമൂഹിക ഘടനയെ രൂപപ്പെടുത്തിയ, ഈ രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെയും സാംസ്കാരികാവസ്ഥയെയും അതിനെയെല്ലാം വളർത്തിയെടുത്ത, ഈ രാജ്യത്തിൻ്റെ പോരാട്ട ചരിത്രത്തിൽ അടയാളങ്ങൾ ചേർത്ത ഒരു ജനത, ഒരു സമൂഹം, ആ സമൂഹത്തെയും അതിൻ്റെ ചരിത്രങ്ങളെയും അതിൻ്റെ വർത്തമാനങ്ങളെയും എല്ലാം പൈശാചികവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന, മുസ്ലിം സമൂഹത്തിനെതിരെ വിദ്വേഷങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് ഒരു വംശഹത്യയിലേക്ക് അവരെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായ ഒരു ഡിമാൻഡ് സോളിഡാരിറ്റി ഇവിടെ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും ചുറ്റുപാട് നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വശത്ത് വംശഹത്യയുടേതായ കാര്യങ്ങൾ, അതിൻ്റെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് അരങ്ങൊരുക്കുന്ന, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിൻ്റെ സഹായവും സപ്പോർട്ടും കൊടുക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളും പ്രചരണങ്ങളും മറുവശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെ, അത്തരത്തിലുള്ള നുണകൾ പടച്ചു വെച്ചുകൊണ്ട് ഒരു സമൂഹത്തെ പൈശാചികവൽക്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പലപ്പോഴും അത്തരം പ്രചരണങ്ങൾ നമുക്ക് ചുറ്റിലും ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ലാഘവത്തോടുകൂടി പലപ്പോഴും പൊതുസമൂഹം അതിനെ കാണാറുണ്ട്. അത് അതിനെ എതിർക്കുന്നവർ തന്നെയും അത് ആരെങ്കിലുമൊക്കെ വെറുതെ പറയുന്നതല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് ഈ സമൂഹത്തിൽ പ്രശ്നമുണ്ടാവുക എന്നൊക്കെ പലപ്പോഴും നിഷ്കളങ്കമായി ആലോചിക്കുന്ന ഒരു വലിയ ജനസമൂഹം നമുക്ക് മുന്നിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത്ര നിഷ്കളങ്കതയോടുകൂടി കാണേണ്ട കാര്യമല്ല ഇത്തരം വർത്തമാനങ്ങളും പ്രചരണങ്ങളും എന്ന് പറയുന്നത്. കാരണം അത്തരം വർത്തമാനങ്ങൾ, അത്തരം പ്രചരണങ്ങൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിലെ ആളുകളുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പോലും നമ്മളുടെ മുന്നിലുണ്ട് എന്നത് നമ്മൾ മറക്കാതിരിക്കണം. നമുക്കറിയാലോ, ഹിറ്റ്ലറിന്റെ മെയിൻ കാഫിനെ കുറിച്ച് സാധാരണ പറയാറുണ്ടല്ലോ. അതിൻ്റെ ഓരോ അക്ഷരത്തിനും, അതിലെ ഓരോ വാക്കുകൾക്കും, അതിലെ ഓരോ പേജുകൾക്കും നഷ്ടപ്പെട്ട ജീവനുകളുടെ കണക്കുകൾ ഇവിടെ പറയാറുണ്ട്. ഇതുപോലെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകളിലൂടെ സമുദായത്തെ പൈശാചികവൽക്കരിക്കുന്നതിലൂടെ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ജീവൻ കവർന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2017 ഡിസംബർ മാസത്തിലെ അങ്ങ് രാജസ്ഥാനിൽ നിന്നുള്ള ഒരു വീഡിയോ ദൃശ്യം നമ്മളുടെ മൊബൈൽ ഫോണിലും ടിവികളിലുമൊക്കെ വളരെ നടുക്കത്തോടുകൂടി നമ്മൾ കണ്ടത് നമ്മളുടെയൊക്കെ ഓർമ്മയിലുണ്ടാകും. ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ പിറകിൽ നിന്നും കോടാലി കൊണ്ട് വെട്ടി വീഴ്ത്തിയിട്ട് അവന്റെ മേൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയാണ്. ആ കൊല്ലപ്പെട്ട മുസ്ലിമിന്റെ പേര് മുഹമ്മദ് അഫ്രസുൽ എന്നായിരുന്നുവെങ്കിൽ ആ വെട്ടി വീഴ്ത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച ആളെ പേര് സംഘ് പരിവാറുകാരനായ ശംഭുലാൽ എന്ന ആളായിരുന്നു. ആ ശംഭുലാല് കോടതിയിൽ എന്തിനാണ് ഇത്തരം ഒരു നീചകൃത്യം ചെയ്തത് എന്ന് ചോദിക്കുമ്പോ അതിന് പറയുന്ന മറുപടി അഫ്രസുല് ലൗ ജിഹാദ് നടത്തുന്ന ആളായിരുന്നു എന്നതാണ്. ഈ ലൗ ജിഹാദ് എന്ന് പറയുന്ന ആരോപണം എവിടെയാണ് ഉയർന്നു വന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ പ്രബുദ്ധമെന്ന് പറയുന്ന മതേതരത്വത്തെ കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിക്കുന്ന ഈ കേരളത്തിലാണ് ഒരു
മുസ്ലിം സമൂഹത്തിനെതിരെ ഇത്രയും നുണയായ ഇത്തരം പ്രചരണങ്ങൾ നടന്നിട്ടുള്ളത്? ഇവിടുത്തെ മുഖ്യധാര പത്രമാധ്യമങ്ങളടക്കം ഏറ്റുപിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു നുണയെ പൊലിപ്പിച്ചു കാണിച്ചത് നമുക്കറിയാം. പിന്നീട് ഇവിടുത്തെ കോടതിയും മറ്റു സംവിധാനങ്ങളുമൊക്കെ അങ്ങനെ ഒരു ലൗ ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ ലൗ ജിഹാദിനെ ഏറ്റെടുത്തത് അങ്ങ് ഉത്തരേന്ത്യയിലായിരുന്നു. യോഗിയടക്കം അതിനെ ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച് നമുക്ക് കണ്ടു. അഫ്രസുലിന്റെ ജീവനെടുത്ത ആ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് പോലും ഇത്തരമൊരു ആരോപണത്തിന്റെ പിൻബലത്തിലാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇത്തരം പ്രചരണങ്ങളുടെ അപകടാവസ്ഥയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൗ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഇവിടെ ഉയർത്തിവിടുമ്പോ അത് ഒരു സമൂഹത്തിനെ ഉന്മൂലനം ചെയ്യാനും അവർക്കെതിരെ അതിക്രമം നടത്തുവാനുമുള്ള കാരണമായി മാറുന്നു എന്നതിനകത്താണ് ഇതിന്റെ ഭീകരതയെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ, ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങളെ തടയുവാൻ വേണ്ടിയിട്ടുള്ള അത്തരം നീക്കങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഒരു വംശീയതയിൽ അധിഷ്ഠിതമായ അത്തരത്തിലുള്ള ധ്രുവീകരണങ്ങളിൽ അധിഷ്ഠിതമായ അജണ്ടകളുമായിട്ട് ഒരു രാജ്യത്തിന് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഒരു പക്ഷേ താൽക്കാലത്തേക്കെങ്കിലും ഒരു വിഭാഗത്തിന് മേലുള്ള ആക്രമണങ്ങളിൽ മാത്രമായി അത് പരിമിതപ്പെടുമെങ്കിലും അത് ദീർഘകാലത്തേക്ക് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളായി മാറും എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്തരത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. അവിടുത്തെ തമിഴ് ജനതക്കെതിരെ അവിടുത്തെ ഭൂരിപക്ഷമായ സിംഹള വിഭാഗം വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന അത്തരം വംശഹത്യകളിലൂടെ അവിടെ രൂപപ്പെട്ട അവിടുത്തെ സമൂഹത്തിൽ ഉണ്ടായിത്തീർന്ന സംഘർഷങ്ങളുടെ കഥ നമുക്കറിയാം. ആ സംഘർഷങ്ങൾ പിന്നെ എവിടേക്കാണ് നയിച്ചത്? തമിഴർക്കെതിരെയുള്ള വംശഹത്യകളും മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള വംശഹത്യയും ഒക്കെ അരങ്ങേറിയ ആ രാജ്യം അങ്ങേയറ്റത്തെ അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിനെ മാത്രം അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ വംശഹത്യക്ക് വിധേയമാക്കിക്കൊണ്ട് ഒരു രാജ്യത്തിന് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും സുരക്ഷിതത്വവും ക്ഷേമവും അത് നിലകൊള്ളുന്നത് ആ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ, ജനതകളുടെ, വ്യത്യസ്തമായ കമ്മ്യൂണിറ്റികളുടെ പരസ്പര സഹകരണത്തിലും സഹവർത്തിത്വത്തിലൂടെയും കൂടെ മാത്രമേ ആ ഒരു രാജ്യത്തിന് ക്ഷേമത്തിലും സുരക്ഷിതത്തിലും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ മുഴുവൻ ജനതയും അതിന്റെ പരിണിതികൾ അനുഭവിക്കേണ്ടി വരുമെന്ന ചരിത്ര യാഥാർത്ഥ്യമാണ് ഇന്ത്യയെയും കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നുകൂടാ. യഥാർത്ഥത്തിൽ ഇവിടെ മുസ്ലിം സമൂഹത്തിന് നേരെ ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തീർച്ചയായിട്ടും പ്രതിരോധിക്കുവാനുള്ള ബാധ്യത മുസ്ലിങ്ങളുടേത് മാത്രമല്ല, മറിച്ച് ഇവിടുത്തെ ജനതകളുടേത് കൂടിയാണ്. കാരണം ഈ ജനത അനുഭവിച്ച ജീവിതാനുഭവങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളെ മുൻനിർത്തിയിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പ്രചരണങ്ങളൊക്കെയും മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നത് ഒരുപാട് നൂറ്റാണ്ടുകളായി ഇവിടെ ഇസ്ലാമും മുസ്ലിങ്ങളും ഒക്കെ അടയാളപ്പെടുത്തിയ ഒരുപാട് നന്മകളെ മായ്ച്ചു കളയാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മായ്ച്ചു കളയും തോറും തെളിഞ്ഞു വരുന്ന ഓർമ്മകളായി അതൊക്കെയും ഇവിടെ നിലനിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിരോധങ്ങൾ ഇവിടെ രൂപപ്പെടേണ്ടതുണ്ട്. ആലോചിച്ചു നോക്കണം, ഈ മുസ്ലിം സമൂഹമെങ്ങാനും ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടില്ല എന്നെങ്കിൽ ഈ രാജ്യത്തിനുണ്ടായിരുന്ന നഷ്ടങ്ങളെ കുറിച്ച് കൂടി നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. മുസ്ലിം സമൂഹം ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇവിടുത്തെ സാമൂഹികാവസ്ഥ? സവർണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ഇവിടുത്തെ ചില ജനതകളെയും ജാതികളെയും അടിമകളായി കണക്കാക്കിയിട്ട് അവന്റെ മേൽ അധികാരം വാണിയിട്ട് അവരെ മൃഗങ്ങളെക്കാൾ നീചമായി കരുതിയിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥക്കകത്ത് മുസ്ലിങ്ങൾ കടന്നു വന്നത് ഇസ്ലാമിന്റെ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായിട്ടാണ്. ആ സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശങ്ങളാണ് ഇവിടുത്തെ ജാതി ശ്രേണിയിൽ അധിഷ്ഠിതമായ അധികാര ഘടനകളെ തകർത്തിട്ടുള്ളത്, അതിന് പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ഇവിടുത്തെ സാഹോദര്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ഒക്കെ അടിത്തറകൾ ഉണ്ടാക്കിയതിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമുള്ള പങ്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്തതാണ്. കേരളത്തിന്റെ നവോത്ഥാനത്തിലെ അത്തരത്തിൽ ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള സാഹോദര്യത്തിൻ്റെതായ അടയാളപ്പെടുത്തലുകൾ മാറ്റാൻ കഴിയാത്തത്ര ഒരു ഘനത്തിൽ ഇവിടെ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക
സാമ്പത്തിക പുരോഗതിയിലെ മുസ്ലിങ്ങൾ വഹിച്ച പങ്കിനെ ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഭരണം നടത്തിയിരുന്ന, നൂറ്റാണ്ടുകളായി ഭരണം നടത്തിയിരുന്ന മുസ്ലിം സമൂഹം ഉണ്ടായിരുന്നു. അന്ന് ബംഗാളിലെ മുർഷിദാബാദ് എന്ന് പറയുന്ന നഗരം യൂറോപ്പിലെ ലണ്ടൻ നഗരത്തെക്കാൾ സാമ്പത്തിക ശേഷിയുള്ള നഗരമായിരുന്നു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ലോകത്തിലെ വൻകിടമായ വസ്ത്ര വ്യാപാരത്തിന്റെ, അത്തരം ഉൽപാദനത്തിന്റെ കേന്ദ്രമായിരുന്നു മുർഷിദാബാദ്. ആളോഹരി വരുമാനത്തിൽ ലണ്ടനോട് കിടപിടിക്കുന്ന അത്രയും സാമ്പത്തിക ശേഷിയുള്ള നഗരങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭരണകൂടമായിരുന്നു മുസ്ലിം സമൂഹം ഈ രാജ്യത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത്. അറിവിന്റെ ജാലകങ്ങൾ, അറിവിന്റെ കേന്ദ്രങ്ങളൊക്കെ അടച്ചു കളഞ്ഞ ഒരു ജനതയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കടൽ കടക്കുക എന്ന് പറയുന്നത് വിശ്വാസപരമായിട്ട് തന്നെ തെറ്റാണ് എന്ന് കരുതിയ ഒരു അടഞ്ഞ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. പുറത്തു നിന്ന് ഒന്നും സ്വീകരിക്കാത്ത, അത് അറിവായാലും മറ്റൊന്നായാലും അതിനോടൊക്കെ അടഞ്ഞ ഒരു ജനതയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവിടേക്കാണ് കടൽ കടന്നും ഇവിടെ എത്തിയ ജനത പിന്നീട് ഒരുപാട് കടൽ യാത്രകളിലൂടെയും മറ്റും സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഈ രാജ്യത്തിന് നൽകിയ ഒരു ജനത. അതുപോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുടെയും നാഗരികതകളുടെയും അറിവിനെ ഈ രാജ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വലിയ സംസ്കാരങ്ങളുടെ മാതൃക കാണിച്ച ഒരു ജനത. ഈ ജനതയുടെ ചരിത്രങ്ങളെയാണ് ഇത്തരം വിദ്വേഷ പ്രചരണങ്ങളിലൂടെ തേച്ചുമായ്ച്ച് കളയാൻ ശ്രമിക്കുന്നത്. അത് അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സോളിഡാരിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ ചുറ്റിലും നടക്കുമ്പോൾ ആ പ്രചരണങ്ങളെ മറികടക്കുന്ന ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള പ്രതിരോധങ്ങൾ ഇവിടെ ഒരു വശത്ത് ഉയർന്നു വരണം. അതോടൊപ്പം തന്നെ ഭരണകൂടത്തിന്റെ വലിയ ബാധ്യത എന്ന അർത്ഥത്തിൽ ഇത്തരം പ്രചരണങ്ങളെ തടയിടുവാനുള്ള ശ്രമങ്ങൾ നടക്കണം. അതാണ് ഈ റാലി ഇവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ജനതയുടെ ഒരു പീഡിപ്പിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന, അതുപോലെ തന്നെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത എന്ന അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ സവിശേഷമായി അഡ്രസ് ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസദാർഢ്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ സോളിഡാരിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഏതൊരു വിശ്വാസത്തിന്റെ പേരിലാണോ അവർ ആക്രമിക്കപ്പെടുന്നത്, അത് അവരുടെ വിശ്വാസത്തിന്റെ മൂല്യം കൊണ്ടും മേന്മ കൊണ്ടുമാണ് എന്ന തിരിച്ചറിവിൽ കൂടിയാണ്. മുസ്ലിങ്ങൾ ഇവിടെ ഒറ്റപ്പെടുത്തപ്പെടുന്നതിന്റെയും ആക്രമിക്കപ്പെടുന്നതിന്റെയും കാരണമെന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിലുള്ള സ്വഭാവപരമായ, മൂല്യപരമായ എന്തോ പ്രശ്നങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഇസ്ലാമിനെ തന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏകദൈവ വിശ്വാസം എന്നത് സകലമാന വംശീയമായ വിവേചനങ്ങൾക്കെതിരായിട്ടുള്ള അത്യുജ്വലമായ അതിന്റെ ആദർശമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാഹോദര്യം എന്ന് പറയുന്നത് ജാതീയ മേധാവിത്വത്തിനെതിരായ മുദ്രാവാക്യമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികമായ സന്ദേശങ്ങള്, അതിന്റെ മനുഷ്യനെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും ലോകത്തെ കുറിച്ചുമൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ, അത് തന്നെയാണ് അതിന്റെ ശത്രുക്കളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതേ ആശയത്തിന്റെ മേന്മകളെ മനോഹരമായി ഈ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച് അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് വിശ്വാസത്തിന്റെ അഭിമാന സാക്ഷ്യം എന്ന പ്രമേയത്തിലൂടെ സോളിഡാരിറ്റി മുന്നോട്ട് വെക്കുന്നത്. വിമോചനത്തിന്റെ മഹത്തായ ഒരു പാരമ്പര്യത്തിലാണ് നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. അടിമകളാക്കാൻ വന്ന ജനതകളോട് നെഞ്ചുകൂടെ പൊരുതിയ വലിയൊരു പാരമ്പര്യമാണ് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വിദേശ അടിമത്തമായിരുന്നു അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സ്വദേശികളുടെ തന്നെ അടിമത്തത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കുവാനുള്ള പോരാട്ടത്തിന്റെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അത്തരം അടങ്ങാത്ത വീര്യമുള്ള പോരാട്ടത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിമോചനത്തിന്റെ പാരമ്പര്യങ്ങളുടെ ശക്തി ആവാഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സോളിഡാരിറ്റി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റാലിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയും ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ എല്ലാ പിന്തുണവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ റാലി, ഇതിന്റെ ഈ ഒരു സ്വീകരണ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.